തിന്മയല്ല. അതുകൊണ്ടാണ് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ പ്രവാചകൻ. അതിക്രമം കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് എതിർക്കണമെന്നും, അത് സാധിക്കുന്നില്ല എങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും, അതിനും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള യുദ്ധങ്ങളിൽ പോലും പിന്തിരിഞ്ഞോടുന്നവരെ വധിക്കരുതെന്നും, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുതെന്നും, ഈന്തപ്പന തടികൾ മുറിക്കരുതെന്നും, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും, ജലം മലിനമാക്കരുതെന്നും, ആരാധനാ മഠങ്ങളിൽ ധ്യാനനിരതരായിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കരുതെന്നും പഠിപ്പിച്ച മതതത്വ സംഹിതയാണ് ഇസ്ലാമിൻ്റെത്. ആ ഇസ്ലാമിന്റെ പ്രവാചകൻ എങ്ങനെയാണ് ഭീകരവാദിയാവുക? വിട്ടുവീഴ്ചയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പൊന്നുമകൾ സൈനബ് റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരിക്കൽ ഒട്ടകത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഹബ്റാർ എന്നൊരു ബഹുദൈവ വിശ്വാസി വന്നിട്ട് അവരെ തള്ളിയിട്ടു. അത് കാരണമായി പിന്നീട് അവർ മരണപ്പെടുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞൊരു ഭരണാധികാരിയുടെ എല്ലാ അധികാരങ്ങളോടുകൂടിയും പ്രവാചകൻ നിൽക്കുമ്പോൾ അതാ ഹബ്റാറിനെ ഒരു തടവ് പുള്ളിയായി പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ മുൻപിൽ ഹാജരാക്കുന്നു. അയാൾ മാപ്പ് ചോദിക്കുന്നു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രവാചകന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയിരിക്കാം. സൈനബ് ഒരു കുഞ്ഞായിരുന്നപ്പോൾ താൻ എടുത്തുകൊണ്ട് നടന്നതും, കുട്ടിയായിരുന്നപ്പോൾ തന്നോടൊപ്പം ഓടിക്കളിച്ചതും, അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ മകൾ മരിച്ചു കിടക്കുന്നതുമായി ഒരുപാട് ഓർമ്മകൾ പ്രവാചകന്റെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാം. ഒരു പിതാവിനും മാപ്പ് കൊടുക്കാൻ സാധിക്കാത്ത ക്രൂരതയല്ലേ അയാൾ ചെയ്തത്. എന്നിട്ടും മാപ്പ് കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഭീകരവാദി എന്ന് ചിത്രീകരിക്കുന്ന ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടപ്പോൾ 1000-ൽ കുറവ് അമേരിക്കക്കാർ മരിക്കാനിടയായതിന് പ്രതികാരമായി പേൾ ഹാർബറിനെ സംബന്ധിച്ചോ അവിടെ നടന്ന അക്രമത്തെ സംബന്ധിച്ചോ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഹീറോഷിമയിലെയും നാഗാസാകിയിലെയും നിരപരാധികളായ ജനങ്ങളുടെ മേൽ ആണവ ബോംബുകൾ വർഷിക്കുകയും 10,000-ങ്ങളെ കൊന്നൊടുക്കുകയും 10,000-ങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ സമ്മാനിക്കുകയും പിറക്കാനിരിക്കുന്ന വരും തലമുറകൾക്ക് പോലും നാശം വിതച്ച അമേരിക്കയാണ്, ആ ഇരുണ്ട ദിനം സൃഷ്ടിച്ച അമേരിക്കയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കാൻ മടിക്കുന്നത്. ഖുറൈശികളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും അസഹ്യമായ ഘട്ടത്തിൽ വിശുദ്ധ കഅബാലയത്തിൽ കടന്ന് ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉത്കടമായ ആഗ്രഹം പ്രവാചകനുണ്ടായി. അപ്പോൾ അതിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തൽഹയെ സമീപിച്ചുകൊണ്ട് ആ താക്കോൽ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. ഉസ്മാൻ താക്കോൽ നൽകിയില്ലെന്ന് മാത്രമല്ല, കഠിനമായ ഭാഷയിൽ പ്രവാചകനെ ശാസിച്ചു. അവഹേളനം അസഹ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ, ഈ താക്കോൽ എന്റെ കരങ്ങളിൽ വന്നു ചേരുന്ന ഒരു ദിനമുണ്ടാകും, അന്നത് ആർക്ക് നൽകണമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക എന്ന്. താക്കോൽ സൂക്ഷിപ്പുകാരനെന്ന ഉന്നത പദവിക്ക് തന്നെ നിയമിക്കാൻ സാധാരണക്കാരനായ മുഹമ്മദിന് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതി ഉസ്മാൻ പറഞ്ഞു, അന്ന് ഖുറൈശികളുടെ നാശത്തിന്റെയും അപമാനത്തിന്റെയും ദിനമായിരിക്കും. പ്രവാചകൻ പറഞ്ഞു, അല്ല ഉസ്മാൻ, അന്ന് ഖുറൈശികൾ അന്തസ്സുള്ളവരും ജീവിക്കുന്നവരുമായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് മക്ക വിജയവേളയ്ക്ക് ശേഷം ഒരു ഭരണാധികാരിയുടെ എല്ലാ അധികാര അവകാശങ്ങളോടുകൂടി വിശുദ്ധ കഅബാലയത്തിൽ വന്ന് താക്കോൽ സൂക്ഷിപ്പുകാരനോട് താക്കോൽ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചപ്പോൾ അതാ പഴയ ഉസ്മാൻ വിറക്കുന്ന കൈകളോടെ, ഇടിക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ വന്ന് പ്രവാചകന് താക്കോൽ നൽകുന്നു. താക്കോലെടുത്ത് കഅബാലയം തുറന്ന് പുറത്തു വന്നപ്പോൾ ആ താക്കോൽ സൂക്ഷിപ്പുകാരനെന്ന ഉന്നത പദവിക്ക് തങ്ങളിൽ ആരെയെങ്കിലും നിയമിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ താക്കോൽ അവർക്കാർക്കും നൽകിയില്ല. മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അപമാനിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഉസ്മാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എടുത്തുകൊള്ളൂ ഈ താക്കോൽ, ഇത് വാഗ്ദാന പാലനത്തിന്റെ ദിനമാണ് എന്ന്. പ്രതികാരം എന്തെന്നറിയാത്ത പ്രവാചകന്റെ നിസ്തുലമായ നീതിബോധത്തിന്റെ പ്രതീകമല്ലേ ഈ സംഭവം? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഭീകരവാദികൾ എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ 2 അയൽ രാജ്യങ്ങളായ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും യാതൊരു അക്രമത്തെയും ഭയക്കേണ്ടതില്ല എങ്കിലും ഭൂഗോളത്തിന്റെ വിദൂരതകളിൽ പോയി കൊറിയയെയും വിയറ്റ്നാമിനെയും കംബോഡിയയെയും ഇറാഖിനെയും ഇറാനെയും സൊമാലിയയും നിക്കറാഗുവയും ചിലിയെയും എല്ലാം ആക്രമിച്ച അമേരിക്കയാണ് ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കാൻ മടിക്കുന്നത്? പ്രവാചകനെ പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകങ്ങൾ സമ്മാനമായി നൽകാമെന്ന ഖുറൈശികളുടെ വാഗ്ദാനത്തിൽ ആകൃഷ്ടനായി സുറാഖി എന്ന വ്യക്തി പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അടുത്തെത്തുന്നതിന് മുൻപ് കുതിരയുടെ നിയന്ത്രണം തെറ്റുകയും സുറാഖ് നിലത്ത് മലർന്നടിച്ച് വീഴുകയാണ്. നിസ്സഹായനായി കിടക്കുന്ന അയാളുടെ മുഖത്തേക്ക് യാതൊരു പ്രതികാരഭാവവുമില്ലാതെ പ്രവാചകൻ നോക്കിയിട്ട് പറഞ്ഞു, സുറാഖ, പേർഷ്യൻ ചക്രവർത്തിയുടെ കൈകളിൽ അണിയുന്ന വളകൾ താങ്കൾക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയിരിക്കും? സ്വന്തം നാട്ടിൽ നിന്നും പുകച്ചു പുറത്താക്കിയ
ശിരസിന്റെ മുകളിൽ ആകാശ നീലിമയുടെ മേലാപ്പല്ലാതെ മറ്റൊന്നുമില്ലാത്ത വെറുമൊരു അഭയാർത്ഥിയായ മനുഷ്യൻ അന്നത്തെ ലോകമഹാശക്തിയായ ഒരു സാമ്രാജ്യത്തിലെ ചെങ്കോലേന്തിയ സ്വച്ഛാധിപതിയായ ചക്രവർത്തിയുടെ കൈകളിൽ അണിയുന്ന വളകൾ തനിക്ക് സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞതൊരു തമാശയായേ കരുതിയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് 2 വർഷം കഴിയുന്നതിന് മുൻപ് ജനങ്ങളെ അടിച്ചമർത്തിയിരുന്ന പേർഷ്യൻ സാമ്രാജ്യം മുസ്ലിങ്ങളുടെ കൈകളാൽ പരാജയപ്പെടുകയും ഒരു സാധാരണ ഭടൻ ആ ചക്രവർത്തിയുടെ വളകൾ ഒരു മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് മഹാനായ ഇസ്ലാമിക ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ കൊണ്ടുവന്നു വെച്ചു. പ്രവാചകന്റെ വാഗ്ദാനം അറിയാമായിരുന്ന ആ മഹാനായ ഭരണാധികാരി സുറാഖ് അത് സമ്മാനമായി നൽകുകയാണ്. തന്നെ പിടിച്ചുകൊടുത്താലുള്ള പ്രതിഫലമോർത്ത് അത്യാർത്ഥിയോടെ വന്ന മനുഷ്യൻ നിസ്സഹായനായി കിടക്കുമ്പോൾ ഇതുപോലൊരു വാഗ്ദാനം നൽകിയ പ്രവാചകനെയാണ് പ്രതികാരദാഹി എന്ന് വിളിക്കുന്ന ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 11 അക്രമത്തിന് ശേഷം ഒരു തെറ്റും ചെയ്യാത്ത അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയ, സ്കൂളുകളിൽ പോലും ബോംബുകൾ വർഷിച്ച, വിവാഹ സദസ്സുകളിൽ പോലും ബോംബുകളിട്ട് നിരപരാധികളെ കൊന്നൊടുക്കിയ ബുഷും ബ്ലെയറുമാണ് ഏറ്റവും വലിയ ഭീകരവാദികളെന്ന സത്യം വെട്ടിത്തുറന്ന് പറയാൻ മടിക്കുന്നത്? ഉഹദിന്റെ രണാങ്കണ ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി വധിക്കുകയും ശരീരം തുണ്ടം തുണ്ടമായി പിച്ച് ചീന്തിക്കൊണ്ട് അതിൽ നിന്നും കരള് പറിച്ചെടുത്ത് കടിച്ചു തുപ്പി, എന്നിട്ടും അരിശം തീരാതെ കാതും മൂക്കും നാവുമെല്ലാം മുറിച്ച് മാലയാക്കി ശിരസിലിട്ട് ആനന്ദ നൃത്തമാടിയ വഹിഷയ്ക്ക് ആഭരണങ്ങൾ മുഴുവനും അഴിച്ചു കൊടുത്ത ഹിന്ദ് എന്ന സ്ത്രീക്ക് മക്ക വിജയവേളയ്ക്ക് ശേഷം മാപ്പ് ലഭിക്കില്ല എന്ന് കരുതി മുഖം മൂടി ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചപ്പോൾ നീ ഹിന്ദല്ലേ എന്ന് സ്വരം തിരിച്ചറിഞ്ഞു ചോദിച്ച പ്രവാചകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹിന്ദു ചോദിച്ചില്ലേ, അള്ളാഹുവിന്റെ ദൂതരെ അങ്ങനെക്ക് പുറത്തു തന്നാലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിനക്ക് മാപ്പ് നൽകട്ടെ എന്ന്. ഈ പ്രവാചകൻ എങ്ങനെയാണ് ഭീകരവാദിയാകുന്നത്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തീവ്രവാദി എന്ന് വിളിക്കുന്നതേ പാശ്ചാത്യ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ്? അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിടിച്ച തടവുകാരെ ക്യൂബയിലെ ഗൗട്ടനാമ ബേയിലെ ക്യാമ്പ് എക്സ്റയിൽ കാഴ്ച ബംഗ്ലാവിൽ മൃഗങ്ങളെ ഇട്ട് പീഡിപ്പിക്കുന്നതിനേക്കാൾ ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ പോലും അത് നിർത്തണമെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാത്ത ബുഷാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനെന്ന് പ്രഖ്യാപിക്കാൻ മടിക്കുന്നത്. മക്ക വിജയവേളയിൽ തന്നെ ക്രൂരതക്ക് വിധേയനാക്കിയ തന്നെയും അനുയായികളെയും ഒരുപാട് പീഡിപ്പിച്ച ആളുകൾ മരണവും കാത്തു നിൽക്കുമ്പോഴല്ലേ യാതൊരു പ്രതികാരവുമില്ലാതെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് പോകാം. മാപ്പെന്ന പദത്തിന് അർത്ഥം ലഭിക്കുന്നത് അത് കൊടുക്കാൻ കഴിവുള്ളപ്പോൾ കൊടുക്കുമ്പോഴാണെന്ന്. തന്നെ വധിക്കുമെന്ന് ശപഥം ചെയ്തൊരു പട്ടണവും ജനതയും തന്റെ കാൽ കീഴിൽ അമർന്ന നിമിഷത്തിൽ, തന്റെ ആജ്ഞക്ക് വിധേയമായ സന്ദർഭത്തിൽ താൻ അനുഭവിച്ച എല്ലാ വേദനകളും അടിച്ചേൽപ്പിച്ച എല്ലാ മുറിവുകൾക്കും മാപ്പ് നൽകിയ പ്രവാചകൻ എങ്ങനെയാണ് പ്രതികാരദാഹിയാകുന്നത്? തന്നെ അപമാനിച്ചിരുന്ന യഹൂദ സ്ത്രീക്ക് സുഖമില്ല എന്ന് കണ്ടപ്പോൾ ആശ്വസിപ്പിക്കാൻ പോയ പ്രവാചകൻ, തന്നെ വധിക്കാൻ വന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും വാള് വീണപ്പോൾ വാള് തിരിച്ചെടുത്തിട്ടും അയാളെ പോകാൻ അനുവദിച്ച പ്രവാചകൻ, ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ അല്പമൊന്ന് ആഞ്ഞു വലിച്ചു പോയതിന് അതിനോട് അല്പം കൂടി കാരുണ്യത്തോടെ പെരുമാറാൻ പാടില്ലായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ ശാസിച്ച സ്നേഹനിധിയായ പ്രവാചകൻ ഒരിക്കലും ക്രൂരനല്ല. സ്വതന്ത്രമായി വിഹരിച്ച് നടന്നൊരു പൂച്ചയെ കെട്ടിയിട്ടത് മൂലം അതിന് ആഹാരം ലഭിക്കാതെ മൃതിയടയാൻ കാരണക്കാരിയായ സ്ത്രീ അക്കാരണം കൊണ്ട് തന്നെ നരകാർഹയാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഒരിക്കലും ക്രൂരനായിരുന്നില്ല. ദാഹാർത്തിയോടെ മരുഭൂമിയിൽ അലഞ്ഞു നടന്നൊരു നായ അതിന്റെ നാവ് പുറത്തിട്ട് ദാഹം ക്ഷമിപ്പിക്കാനായി മണ്ണ് നക്കി തിന്നുന്നത് കണ്ട് മനസ്സലിഞ്ഞൊരു വ്യഭിചാരിണി തന്റെ പാദരക്ഷയൂരി ആഴക്കിണറിലിറങ്ങി ജലം കോരിക്കൊടുത്തതിന്റെ ദാഹശമനം നടത്തിയതിന്റെ പേരിൽ ഉന്നതമായ സ്വർഗത്തോപ്പിലാണെന്ന് പഠിപ്പിച്ച മൃദുല മനസ്കനായ പ്രവാചകൻ എങ്ങനെയാണ് തീവ്രവാദിയാകാൻ കഴിയുന്നത്? പറക്കമുട്ടാത്ത പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന തന്റെ അനുയായിയോട് കൂട്ടിലിരുന്ന് കരയുന്ന തള്ളപ്പക്ഷിയുടെ സുരക്ഷിതത്വത്തിലേക്ക് അതിനെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞ പ്രവാചകൻ എങ്ങനെയാണ് കഠിന ഹൃദയമുള്ള വ്യക്തിയാകാൻ സാധിക്കുന്നത്? പെൺകുഞ്ഞിന്റെ ജനനം ഒരു ശാപമാണെന്ന് കരുതിക്കൊണ്ട് പൊന്നുമകളെ കുടിച്ചു മൂടാൻ ശ്രമിക്കുമ്പോൾ പിതാവിന്റെ താടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന മണ്ണ് തുടച്ചു മാറ്റിയിട്ടും മനസ്സലിയാതെ ക്രൂരമായി തന്റെ മകളെ കുടിച്ചിട്ട സംഭവം പ്രവാചകനോട് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ എങ്ങനെയാണ് ക്രൂരനാകുന്നത്? ലോകചരിത്രത്തിലെ ഏറ്റവും